ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നവിയോട് അനാമിക ചോദിക്കുന്നുണ്ട്, നിന്നെ നിൻ്റെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടേ? നിൻ്റെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും നിന്നെ ഇഷ്ടമില്ല, എന്നിട്ട് നീ പിന്നെ എന്തിനാടി കടിച്ച് ഇവിടെ കിടക്കുന്നത്? നിനക്ക് നിൻ്റെ വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കും. പിന്നെ പോയാലും അവിടെ ചെന്നാൽ അഷ്ടിക്ക് വകയില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന്. അപ്പം നവി പറയും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇച്ചിരി സാമ്പത്തികം കുറവായിരിക്കും, നിനക്ക് അഷ്ടിക്ക് വക കൂടുതലുള്ളതുകൊണ്ടായിരിക്കുമല്ലേ അമ്മായി തന്ന ആ മാല എടുത്ത് വിൽക്കാനായിട്ട് സ്വന്തം അമ്മയുടെ കൈ കൊടുത്തു വിട്ടതെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക ഒന്നും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയും, നീ കണ്ടൊന്നുമില്ലല്ലോ, നീയും നിൻ്റെ അനിയത്തിയും കൂടാണ് അതെല്ലാം കട്ടെടുത്ത് മാറ്റിയത്, പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ സത്യം അറിയാമായിരുന്നെന്ന് ഉടനെ നവിയും പറയുന്നുണ്ട്. പോലീസ് വന്നിരുന്നെങ്കിൽ നിൻ്റെ അമ്മയുടെ എല്ലാ കളികളും വെളിച്ചത്തായേനും, സ്വർണം കട്ടെടുത്തതും പിന്നെ അമ്മായി ഹോസ്പിറ്റലിലായതും എല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാനിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അത് മൊത്തം പുറത്തായേനും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നവിയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എടീന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടിച്ചെല്ലുന്നുണ്ട് നവിയുടെ നേരെ. അപ്പം നവി പറയും, എൻ്റെ നേരെ നീ കൈ പൊക്കാറൊന്നും ആയിട്ടില്ല, പിന്നെ നന്ദു നിനക്ക് തന്നതിൻ്റെ ബാക്കി ഞാൻ തരുമെന്ന് പറയും. നീ വലിയ വിളച്ചിലൊന്നും എടുക്കരുത്, കൂടിപ്പോയാൽ നിന്നെ തന്നെയല്ല നിൻ്റെ വീട്ടിൽ കയറി നിൻ്റെ അമ്മയും അച്ഛനെയും വരെ അവൾ തല്ലി ഒതുക്കി കളയുമെന്ന് പറയുന്നുണ്ട്. നിനക്കാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് നിൻ്റെ ഭർത്താവിന് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് നവി പറയും. എനിക്ക് അവിടെ നിൽക്കാനാണെങ്കിൽ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ താമസിക്കുന്നോ അവിടെ താമസിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് പറയും. ഉടനെ അനാമിക പറയും, നിനക്ക് എന്ത് പറഞ്ഞാലും വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളല്ലോ, എടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയേട്ടൻ്റെ ആണെന്ന് അഭിയേട്ടൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയും. എടി അനാവശ്യം പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നിട്ടുകൊണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയുടെ അല്ലെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ലടി എന്ന് പറയും. പിന്നെ അമ്മ വല്ലയിടത്തും പിഴച്ചുണ്ടാക്കിയതായിരിക്കും നിന്നെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവി അങ്ങ് പോവും. അന്നേരം തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക. പിന്നീട് കാണിക്കുന്നത് അഭി നടന്ന് ഒരു തട്ടുകടയുടെ മുമ്പിലെത്തുന്നതാണ്. അപ്പോൾ ആ തട്ടുകടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു ചായ തരാമോ? ഞാനിവിടെ മല ചവിട്ടാനായിട്ട് വന്നതായിരുന്നു, പക്ഷേ എനിക്ക് കാല് കൊളുത്തി പിടിച്ച കാരണം കയറാൻ പറ്റിയില്ല, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും കയറിപ്പോയി, ഞാനിവിടെ അമ്പലത്തിൽ കിടക്കുകയായിരുന്നു, അന്നേരം എൻ്റെ എല്ലാ സാധനങ്ങളും പേഴ്സും ബാഗും എല്ലാം ആരോ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയും. അപ്പോഴത്തേന് തട്ടുകടക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാം കള്ളന്മാരാ, അവനവൻ്റെ സാധനങ്ങളൊക്കെ അവനും സൂക്ഷിക്കണ്ടായിരുന്നോ എന്ന് പറയും. എന്നാലും ചേട്ടാ എനിക്ക് എൻ്റെ ഈ കാശില്ല, അത് കാരണം എനിക്കൊരു ചായ തരാമെന്ന് ചോദിക്കും. ഉടനെ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്നാണേലും അത് തരത്തില്ല, താൻ വ്രതമൊക്കെ തെറ്റിച്ച് വന്ന കാരണമല്ലേ സ്വാമി തനിക്ക് ഇങ്ങനെയുള്ള ഫലമൊക്കെ തന്നത്, അതുകൊണ്ട് തനിക്ക് വല്ലതും തന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോടുകൂടെ കോപിക്കും, അതുകൊണ്ട് തരത്തില്ലെന്ന് പറയും, പൊക്കോളാൻ പറയും. അന്നേരത്തേന് പറയും, ചേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരാമോ എന്ന് ചോദിക്കും. അതിനെന്താ വെള്ളം തരാം, വെള്ളമല്ലേ എന്ന് ചോദിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അത് മടമടാന്ന് അഭി കുടിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ആഹാരം ഒന്നും തരാൻ പറ്റത്തില്ല, ഞാൻ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ പൈസ അന്നേരം തന്നേനെന്നൊക്കെ പറയും, പക്ഷേ ഫോൺ പോയെന്ന് പറയും. പിന്നെ ഞാൻ പിന്നെ മൂർത്തിസ് ജുവലറി എന്നുള്ള ജുവലറിയുടെ മുത്തശ്ശൻ്റെ കൊച്ചുമകനാന്ന് പറയുന്നുണ്ട്, ആനന്ദമൂർത്തി സാറിൻ്റെ. അപ്പോഴത്തേന് അയാൾ പറയും, മൂർത്തിസ് ജുവലറിയൊക്കെ ഞാൻ പത്രത്തിൽ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ തള്ളൊന്നും ഇവിടെ തള്ളണ്ട, എന്തായാലും ഞാൻ പറയുമ്പോഴത്തേന് ഒന്നും തോന്നരുത്, ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് പറയുന്നുണ്ട്, തള്ളുമ്പം കുറച്ചൊക്കെ തള്ളണം കേട്ടോ, മൂർത്തിസ് ജുവലറിയുടെ കൊച്ചുമോനാന്ന് വരെ പറഞ്ഞു കളഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി പറയും, ഞാൻ വേണേൽ ഫോട്ടോ കാണിക്കാം ചേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാനായിട്ട് പോക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഫോണില്ല. ആ ചേട്ടാ എൻ്റെ ഫോണും കൂടെ അവർ കൊണ്ടുപോയോണ്ടാന്ന് പറയും. എന്തൊക്കെ ആയാലും ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് വിടും. അഭി അവിടെ നിന്ന് അങ്ങ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നയനയോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും മോള് അമ്പലത്തിൽ പോയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായല്ലോ, അമ്മായിയമ്മയൊന്ന് കാണാൻ പറ്റിയല്ലോ എന്ന്. അപ്പം കനക പറയുന്നുണ്ട്, കണ്ടിട്ട് എന്നാ കാര്യം, സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം നയന പറയും, സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചില്ലെങ്കിലും എൻ്റെ അവശത കണ്ടിട്ട് എന്ത് പറ്റി, എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചെന്ന് പറയും. അപ്പോൾ കനക പറയും, അതിനിടയിൽ ഒരുത്തി വേറൊരു കാര്യം കൂടെ ചോദിച്ചെന്ന് പറയും. അതെന്താണെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അല്ല നവ്യ മോളെ പോലെ നയനമോക്കും വിശേഷം ഉണ്ടോ
എന്ന് ചോദിച്ചെന്ന്. അതല്ലേലും അവരുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ അല്ലേ വരത്തുള്ളൂ. അതുപോലെ ദുഷിച്ച ഒരു മനസ്സ് അവർക്ക്, അവർ വളർത്തിയ അഭിയും അങ്ങനെ സ്വഭാവ ദൂഷ്യമായി പോയത് അതുകൊണ്ടാണ് എന്നൊക്കെ അപ്പോൾ കയറി വരുന്ന നന്ദുവും പറയും. എന്തായാലും ആദർശമോൻ മല ചവിട്ടിയിട്ട് വരുമ്പോഴത്തെ അതിൻ്റേതായ ഒരു അനുഗ്രഹം ആ കുടുംബത്തുണ്ടാകും, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് തന്നെ വരും എന്നൊക്കെ ഗോവിന്ദൻ ആശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയെ ആദർശേട്ടൻ്റെ അമ്മ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നന്ദു പറയും. പിന്നെ ചേച്ചിയാണ് കരൾ കൊടുത്തെന്നെങ്ങാനും പറയുകയാണെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ആ കരൾ അങ്ങ് പറിച്ച് മാറ്റി തരണമെന്ന് പറയുന്ന ആളാന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവർക്കും സങ്കടം തോന്നുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ്. ദേവയാനിയുടെ മനസ്സിൽ നിന്ന് നയനെ കണ്ട ഭാഗങ്ങളൊന്നും മറന്നു പോകുന്നില്ല. അപ്പോൾ നയനയ്ക്ക് ആവശ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനി ഓർത്തെടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള സംശയമാണ് ദേവയാനിക്ക്. ആ സമയത്താണ് മുത്തച്ഛനും മുത്തശ്ശിയും പുറത്തു പോയിട്ട് കയറി വരുന്നത്. അന്നേരം ദേവയാനി ചോദിക്കും, അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നയന ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ നയനയ്ക്ക് സ്വർണം കൊടുത്താൽ അത് മനസ്സിലാക്കാം, പക്ഷേ അവൾ അവിടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അമ്മ എന്തിനാണ് സ്വർണ്ണമൊക്കെ കൊണ്ട് അവിടെ കൊടുത്തെന്ന് ചോദിക്കും. അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയും, നയനമോൾക്ക് ഇവിടുത്തെ ജീവിതം വളരെ പ്രയാസകരമാണെന്നും ഇനി ആ മോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലെന്നും എനിക്ക് തോന്നി. അത് കാരണമാണ് ഞാൻ ആ മോളെ പ്രീതിപ്പെടുത്താനായിട്ട് എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ട് ആ കുട്ടിക്ക് കൊടുത്തതെന്ന് പറയും. അത്രയും നന്മയുള്ള ഒരു കുട്ടി ഈ വീട്ടിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അനന്തരാവകാശികളാകാൻ യോജിച്ചവരാണ് ആദർശും നയനയും. അതുകൊണ്ടാണ് ഞാൻ അവരെ ചേർത്ത് നിർത്താനായിട്ട് നോക്കുന്നതെന്ന് മുത്തശ്ശനും പറയും. അവൾക്ക് എന്ത് നന്മയാണ് ഇതിന് മാത്രം ഉള്ളതെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, നീ ഒന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മുടെ ഈ പ്രാവശ്യത്തെ കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് ലാഭമുണ്ട്. അതെല്ലാം മോളുടെ ഒരു കയ്യൊപ്പുള്ള രൂപയാണ്. അതുകൊണ്ടാണ് മോളെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണമെന്നുള്ള പരുവത്തിൽ ഞങ്ങൾ നിൽക്കുന്നതെന്ന് മുത്തശ്ശൻ പറയും. അതുതന്നെയല്ല, ഈ വീടിന് വേണ്ടി മോൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിനക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എല്ലാവരും അവളെ ഇങ്ങനെ വാഴ്ത്താൻ മാത്രം എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പം കണ്ടിരുന്നു, അവൾക്ക് എന്തോ അവശതയുള്ളതുപോലെ തോന്നി. എന്താണെന്ന് ചോദിച്ചപ്പോൾ പനിയാണെന്നാണ് അവർ പറഞ്ഞെന്ന് പറയും. അപ്പം എന്നിട്ടും പക്ഷേ ഇത്രയും അവശത ഒരു പനിക്കൊക്കെ ഉണ്ടാകുമോ? ആദർശ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറേ ദിവസമായില്ലേ, ഒരു വൈറൽ ഫീവറൊക്കെ പിടിച്ച ഇത്രയും ദിവസം നിൽക്കുമായിരുന്നോ എന്നൊക്കെ ദേവയാനി സംശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴത്തേന് മുത്തച്ഛൻ പറയും, നിനക്ക് അവളെ കണ്ടപ്പോൾ ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്തു പറ്റിയതാണെന്ന് ചോദിക്കാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ പനിയാണെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളെന്ന് പറയുന്നുണ്ട്. മോൾക്ക് എങ്ങനെയുണ്ടെന്ന് നീ എന്തെങ്കിലും തിരക്കിയിട്ടുണ്ടോ ദേവയാനി? പക്ഷെ മോൾ അങ്ങനെയല്ല, മോൾ ഡെയിലി വിളിച്ച് ചോദിക്കും നിനക്ക് എങ്ങനെയുണ്ടെന്നും നിൻ്റെ ഓരോരോ വ്യത്യാസങ്ങളും ഒക്കെ അവൾ അന്വേഷിക്കാറുണ്ട്. അവൾ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്, കുടുംബത്തിൽ നല്ലത് മാത്രം വരണമെന്നും എല്ലാവരെയും നന്മയും ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. അതുപോലൊരു കുട്ടി ഈ വീട്ടിൽ വേണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുത്തശ്ശനും പറയും. ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമായിട്ട് വേണം കരുതാൻ ദേവയാനി. പിന്നെ അവൾ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നീ ഒന്ന് ഓർത്തെടുത്താൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അവൾ നിനക്ക് വേണ്ടി ജീവൻ്റെ പാതി വരെയും തരാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടിയാണ്. അത് നീ ഒന്ന് മനസ്സിലാക്കണം ദേവയാനി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് അങ്ങ് പോകും. അന്നേരം ദേവയാനിക്ക് അങ്ങോട്ട് സംശയങ്ങൾ തീരുന്നില്ല. എന്തായിരിക്കും ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത്? കരൾ തന്നത് ഇനി നയനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ദേവയാനിക്കുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനയെ ആദർശ് ഫോൺ വിളിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി തിരിച്ച് നടക്കുകയാണെന്ന് പറയും. അഭിയെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്ന് നയന അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവനെ അവിടെ ഇരുത്തിയിട്ടല്ലേ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാലും അവനെ വിളിച്ചിട്ട് എന്താ കിട്ടാത്ത, ഒറ്റയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് പോരണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആദർശിനോട് നയന പറയുന്നുണ്ട്. എന്തായാലും അതൊരു അമ്പലമല്ലേ, അവിടെ കുറേ സ്വാമിമാരും ഉണ്ടായിരുന്നു, അവൻ അവിടെ ഇരുന്നോളും, ഞങ്ങൾ തിരിച്ച് ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടേ പോരത്തുള്ളെന്നൊക്കെ പറയും. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് നയന ഫോൺ വെക്കും. പിന്നീട് ആദർശ് പറയുന്നുണ്ട്, അവനെ എന്തായാലും അവിടെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടായിരുന്നു, ബസ്സിനായിരുന്നെങ്കിൽ പോലും വന്ന് പമ്പയിലെങ്ങാനും ഇരുത്തിയാൽ മതിയായിരുന്നു, പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കയറി പോയാൽ മതിയല്ലോ എന്ന്.
എന്തായാലും അവൻ ഒരുപാട് വ്രതമൊക്കെ തെറ്റിച്ചിട്ട് വന്നവനല്ലേ, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ശിക്ഷ കിട്ടും, അതുകൊണ്ട് അവൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെന്ന് അജയനും പറയും. അഭി നടന്ന് ഒരു ടൗൺ ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അഭി ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. 10-12 പൊറോട്ടയും 2 ഓംലെറ്റും മുട്ടക്കറി എല്ലാം കഴിക്കും. ആവശ്യത്തിന് കഴിക്കുന്ന സമയത്ത് ക്യാഷ്യറായിട്ടിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, കുറേ നേരമായല്ലോ കഴിക്കാൻ തുടങ്ങിയിട്ട്, എന്നാ ഇത് നിർത്തുന്നില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കഴിയുമ്പോഴത്തേന് അഭി പതുക്കെ ഇറങ്ങി മിണ്ടാതെ പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. അന്നേരത്തേന് ക്യാഷ്യർ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്താ പൈസ തരാതെ പോവുകയാണോ? ചേട്ടാ എൻ്റെ ഈ ക്യാഷ് ഇല്ലെന്ന് പറയും. അങ്ങനെ എങ്ങനെയാ പോയാൽ എനിക്ക് ക്യാഷ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അഭി ഇറങ്ങി ഓടും. അന്നേരത്തേന് എല്ലാവരും കൂടെ കൂടി ഓടിച്ചിട്ട് അഭിയെ പിടിച്ച് കൊണ്ടുവന്ന് വരുന്നുണ്ട്. അന്നേരം അഭിയോട് പറയും, നീ എന്തായാലും മൂക്കുമുട്ട തിന്നതല്ലേ, അതുകൊണ്ട് ഈ കടയിലെ പണി മുഴുവൻ ചെയ്തേച്ച് നീ പോയാൽ മതി, വൈകുന്നേരം വല്ല 10-150 കയ്യിലും വെച്ച് തരാമെന്ന് പറയും. അന്നേരം ഇവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫോണും ബാഗും എല്ലാം കയ്യിൽ നിന്ന് മോഷണം പോയതാ, അല്ലേ ഫോൺ ഉണ്ടായിരുന്നു, ഞാൻ ആ പൈസ അങ്ങ് തരാമായിരുന്നു, ഞാനിങ്ങനെ പെട്ടുപോയതാണെന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ കഥ പറയുമ്പോഴത്തേന് അയാൾ പറയും, എനിക്ക് ഈ കഥയൊന്നും കേൾക്കണ്ട, ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്, മര്യാദയ്ക്ക് പണിയാൻ പറയും. ആ സമയത്താണ് 2-3 പോലീസുകാർ അങ്ങോട്ട് ചായ കുടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവ ഇവരെ കാണുമ്പോഴത്തേന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പോലീസുകാരെ സംശയത്തോടെ ഇവനെ നോക്കും. എന്നിട്ട് കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഏതാ, പുതിയതായിട്ട് വന്നതാണെന്ന്? കുറച്ച് മുമ്പേ വന്നതാ സാറേ, അവൻ കഴിഞ്ഞിട്ട് ആഹാരത്തിൻ്റെ പൈസ തരാതെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി, അപ്പോൾ ഇവനെ ഞാനിവിടെ പിടിച്ചു നിർത്തി പണിയിപ്പിക്കുന്നതാണെന്ന് പറയും. അന്നേരം ആ പോലീസുകാരൻ പറയും, ഇവനെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മോഷണം നടന്ന CCTV ദൃശ്യത്തിൽ കാണുന്ന അതേ ആളുടെ മുഖച്ഛായ ഉണ്ടല്ലോ എന്ന് പറയും. അന്നേരത്തേന് മറ്റേ പോലീസുകാരൻ പറയും, ശരിയാ സാറേ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അന്നേരം ഇവർ അഭിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട് എവിടാ, നീ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി നിന്ന് പരുങ്ങുന്നുണ്ട്. നീ ഇനിയൊന്നും പറയണ്ട, നീ മര്യാദയ്ക്ക് വണ്ടിയെ കയറിക്കോളാൻ പറഞ്ഞ് വണ്ടിയെ കയറ്റുന്നുണ്ട്. അന്നേരത്തേന് അഭി കിടന്ന് പറയും, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിടണമെന്നൊക്കെ പറയും. പക്ഷേ പോലീസുകാർ തെറ്റൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറയിപ്പിക്കാടാ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ വണ്ടിയെ കയറ്റിയിട്ടുകൊണ്ട് പോവുകയാണ്. അന്നേരം അഭി ഇങ്ങനെ വിഷമിച്ച് വണ്ടിയിലിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.